അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ കൈകളിലിരിക്കുന്നതാകുന്ന ഇസ്ലാമിക രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെടുക. മുഹമ്മദ് റസൂലുള്ളാഹി. തുർക്കി ആരുടെ രാഷ്ട്രമാണ് ഇപ്പം? ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കാൻ കുറച്ച് ലോകാര്യം പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചോ. ഇനി ഒരു നടക്കാൻ പോകുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് പറയാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് അവിടുത്തെ സുന്ദരമായ നാവിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, തുർക്കി നഷ്ടപ്പെടുമത്രേ. മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന തുർക്കി നഷ്ടപ്പെടുമത്രേ. റസൂലുള്ളാഹി ഈ കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്തന ഇങ്ങനെ നിലനിൽക്കുമ്പോ ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തുർക്കി നഷ്ടപ്പെടുമെന്ന് ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് പുലരുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിമീങ്ങളാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് പറഞ്ഞു വെച്ചതല്ലേ. അതിപ്പോ നമ്മളിപ്പോ വെളിപ്പെടുത്തി. ഇപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള ഈ രാഷ്ട്രം നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതൊരു ചെറിയ സംഭവമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. തുർക്കി 2 പ്രാവശ്യം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചടക്കിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, സ്വഹാബാ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, തുർക്കി നിങ്ങൾ പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ അണിചേരണേ, അത് വലിയ കൂലിയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ധർമ്മസമരത്തിന് വേണ്ടി അനുയായികൾ പോകുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അതിന്റെ നേതൃപടവും അലങ്കരിച്ചിരുന്നു അത്രേ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് തുർക്കി പിടിച്ചിട്ട്. ആരാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ വീട്ടുമുപ്പടിക്കലാണ് അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ച ചരിത്രമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്ത് കടന്നു വരുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടുപടിക്കലാണ് ഒട്ടകം മുത്തുകുട്ടിയത്. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹം ഈ തുർക്കി പിടിച്ചെടുക്കുന്നതിനുള്ള സഹാബത്തിന്റെ കൂടെ പോവുകയും വിജയശ്രീലാളിതരായി തുർക്കി അവരുടെ കയ്യിൽ അഥവാ ഇസ്ലാമിക രാഷ്ട്രമാവുകയും ചെയ്തു. ഇനി തെറ്റിദ്ധരിക്കരുത്, എന്റെ വാക്ക് കേട്ടിട്ട് തുർക്കി പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇതിലൂടെ വാളും പരിചയമായിട്ട് പോയി തലവെട്ടിക്കളഞ്ഞ് കൈകാലുകൾ ഛേദിച്ചിട്ട് അംഗവൈകല്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ. ഇത് ധർമ്മസമരമാണ്. മുസ്ലിമീങ്ങളുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ സമുദായത്തിൽ, ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതിന്റെ വാക്ക്. മനസ്സിലായില്ലേ? ഇസ്ലാമികമാകുന്ന ആശയവും ആദർശങ്ങളും അവർക്ക് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി തുർക്കി ഇസ്ലാമിക രാഷ്ട്രമായി. അതിനുശേഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നീട് 2ാമത് മുസ്ലിമീങ്ങൾ പിടിച്ചതാണ് AD 15-ാം നൂറ്റാണ്ടിൽ പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുക്കലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്ന് തുർക്കി പിടിച്ചെടുത്ത സമയത്ത് അന്നവിടെ ഉണ്ടായിരുന്നതാകുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ റഷ്യയിലേക്ക് പലായനം ചെയ്തു. തൊട്ടടുത്തുള്ള രാജ്യമാണ് റഷ്യ. അങ്ങോട്ട് പലായനം ചെയ്തു. ഇന്ന് റഷ്യയിൽ 77% ഓർത്തഡോക്സുകാരാണ്. റഷ്യൻ നേവി ബേസ് 6 ഭാഗങ്ങളിലായിട്ട് 6 നേവി ബേസ് ഇപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗങ്ങളിൽ അഥവാ തുർക്കിയുടെ അറ്റത്തായിട്ട് അവർ ഇപ്പോൾ തന്നെ താവളം അടിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അഥവാ ഏത് നിമിഷവും തുർക്കി പിടിച്ചെടുക്കാം. ആര് പിടിച്ചെടുക്കും? റഷ്യ പിടിച്ചെടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റഷ്യ തന്നെ പിടിച്ചെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാന്റെ റസൂല് പ്രവചിച്ച വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നടക്കാൻ പോകുന്ന സംഭവം. എന്തെങ്കിലും ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയിട്ട് യുദ്ധം തുടങ്ങാണ്, റഷ്യയും തുർക്കിയും തമ്മിൽ യുദ്ധം. അപ്പൊ നിങ്ങൾ മനസ്സിലായി ഉസ്താദ് പറഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിയും. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വന്നതിന് ശേഷം പിന്നെ ആയത്തോ ദിവസവും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്.
ഇത് ചിലപ്പോൾ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയത്തോ ദിവസം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ തുർക്കി? ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പുണ്ടായി, നിശാ ക്ലബ്ബിൽ വെടിവെപ്പുണ്ടായിട്ട് 39 പേര് മരിച്ചു എന്ന് പ്രമുഖ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തശ്ശി പത്രങ്ങളിലൊക്കെ ഉണ്ട്, ഫ്രണ്ട് പേജിലുണ്ട്. പലരും ദർശിച്ചിട്ടുണ്ടാവും. ആ തുർക്കിയിൽ. കാരണം എന്താ? അവിടെ ഇപ്പോൾ അനിസ്ലാമികത കടന്നു വരുന്നു. നിശാ ക്ലബ്ബുകൾ, രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും. ദീനില്ല, ദീൻ നഷ്ടപ്പെടുകയാണ് അവിടെ. ദീൻ നഷ്ടപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനില്ലാത്ത ആളുകളുടെ മേൽ അത് ദീനപ്പെടുത്താണ്. ഇങ്ങനെ തുറക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലാ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ്. എല്ലാവരും സാമ്പത്തികമായി പരാധീനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയിൽ മഖാം ഇബ്രാഹിമിന്റെ ചാരത്തൊരു മനുഷ്യൻ വരിക. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലും അത്രേ. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ മക്ക വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ. അദ്ദേഹത്തിന്റെ പേരാണ് മഹദി ഇമാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുവാതിഉ ഇസ്മി ബിഇസ്മിഹി വഇസ്മു അബീഹി باسم أبي من أولاد فاطمة من سلالة حسن. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ മഹദി ഇമാം കടന്നു വരുന്ന സമയമാ. അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ മഖാം ഇബ്രാഹിമിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മിൻ ഔലാദി ഫാത്തിമ. മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട മഹദി ഇമാം. എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽപ്പെട്ടതാണ്. മിൻ സുലാലത്തി ഹസൻ, ഹസനിന്റെ പേരക്കുട്ടിയാണ്, ഹസനിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുവാതിഉ ഇസ്മി ബിഇസ്മിഹി, എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ളതാണ്, അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇസ്മു അബീഹി ബിഇസ്മി അബീ, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ്, അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ മഹദി ഇമാമിന് ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും? 40 വയസ്സുണ്ടാകും. മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് അറിയണമെങ്കിൽ വയസ്സ് എത്ര ആകണം? 40 ആകണം. അതുകൊണ്ടാണ് അത്രയും വൈകിയത്. മഹദി ഇമാം ഇപ്പൊ വന്നിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ? അല്ലാഹു അഅലം. ഒരു ഫാത്തിഹ ഡെയിലി ഓതിക്കോളി. അള്ളാഹുവരുടെ മദദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ? 40 കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് തിരിച്ചറിവുണ്ടാവുള്ളൂ. അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം ഇരിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റുക്നുൽ യമാനിന്റെയും മഖാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം വന്നിരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു രാത്രിയിലായിരിക്കും അത്. ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും, അഥവാ ആദ്യമായിട്ട് മദീനക്കാർ, പിന്നെ മക്കക്കാർ, പിന്നെ ഇറാഖികൾ, പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വന്ന് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ അതിനാണ് ഓർമ്മപ്പെടുത്തിയത്. ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞത് അതാണ്. കുറച്ച് ദുആകൾ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെ പറ്റി നിങ്ങളോട് വിശദീകരിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യൻജു മിൻഹാ ഇല്ലാ മൻ നജാ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. സമുദ്രത്തിൽ അകപ്പെട്ടതാകുന്ന മനുഷ്യൻ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി കൂടിയല്ലാതെ പറയൂല, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. നീന്തലറിയാത്തവൻ നിഷ്കളങ്കതയോടുകൂടി പറയൂല. ആ നിഷ്കളങ്കതയായിരിക്കണം നിങ്ങളുടെ ദുആയിൽ ഉണ്ടാവേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നമുക്ക്
പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് സമയം? ദുആയില്ല, ദുആയില്ല. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? സഹാബത്തെ സഹാബത്തെ സലാസു ദഅവാതിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾക്ക് വല്ലാതെ ഉത്തരം ലഭിക്കുന്നതാ. 3 പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാണ്. അതിലൊന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് ഫീ ദുബരി കുല്ലി സ്വലാത്ത്, എല്ലാ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള ഉടനെയുള്ള പ്രാർത്ഥനയാ, അതിന് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമായ സംഗതി കൊണ്ടാണ് രാവിലെ മുതൽ പ്രഭാതം മുതൽക്ക് അവന്റെ ദുആ നരകത്തെ തൊട്ട് കാവൽ തേടാനുള്ള കാര്യം. അത്രമേൽ പ്രധാനമായ സംഗതി. ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് എല്ലാവരും നൽകി ലാസ്റ്റ് ദിവസമല്ലേ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സ്വതക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേഗം കൊടുക്കും. ബിസ്മില്ലാ. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് ലാസ്റ്റ് ദിവസം കൊണ്ട് നിങ്ങളൊക്കെ കാര്യമായിട്ട് എല്ലാവരും സഹകരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നലെ വരെ 50 ഇട്ടവർ ഇന്ന് മാറ്റി പിടിക്കും, 100 ആക്കി ഇൻഷാ അല്ലാഹ്. സാമ്പത്തിക ഭദ്രത നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള ദിക്ർ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ലാ ഹൗല. അത് എത്ര ചെല്ലാവോ അത്രയും നിങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്ക് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി സഹകരിക്കും. നരകം അത്രമേൽ പ്രധാനമായ സംഗതി ആയതുകൊണ്ടാണ് അതിനെ ഇത്രത്തോളം ദുആകൾ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞ എത്ര നേരമായി? ഇപ്പൊ തുടങ്ങിയിട്ട് എത്രയായി? 1.5 മണിക്കൂറായി. നിങ്ങൾ സമയം പോയത് അറിഞ്ഞ? ഇല്ല. അതാണ് 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാ. +2 പീരീഡ് ഏകദേശം എത്രയാണ്? +2 എത്രയാ? 1 മണിക്കൂർ പീരീഡ് എത്ര മണിക്കൂറാ? അത് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വേണ്ട പുസ്തകം ഞങ്ങളോട് പോയി. +2 പീരീഡ് എത്രയാണ്? 1 മണിക്കൂർ, 1 ഹവർ അല്ലേ? 1 മണിക്കൂറാണ്. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, ഇതൊക്കെയാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പീരീഡ്. എന്താ അങ്ങനെ വെക്കാൻ കാരണം? ഈ 3/4 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ ഒരു സാറിന് പോലും ഒരാളെ പിടിച്ചിരുത്താൻ, ഒരു കുട്ടിയെ പിടിച്ചിരുത്താൻ, പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിയെ പോലും പിടിച്ചിരുത്താൻ പറ്റൂല. മനസ്സിലായില്ല? അവനെ ശ്രദ്ധ പിടിച്ചിരുത്തണമെന്ന് വെച്ചിട്ട് പാടാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചില സാറുമാർ കയറി വരുമ്പോൾ, ചില ടീച്ചർമാരെ കയറി വരുമ്പോൾ നമ്മൾ ദുആയിരക്കും, പടച്ചോനെ ഈ കടുംപെട്ടാണ് വന്നത്, ഇവരെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നെ. റഹ്മാനെ യാസീനൊക്കെ ഓതി, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു യാസീനൊക്കെ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഈ ടീച്ചർ ഇറങ്ങിപ്പോയി അല്ലേ? 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇവർ ഇറങ്ങിപ്പോയി. പോയിട്ടുണ്ട്. ഇവർ സയൻസാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെയും കയറി വന്നേക്കാം വീണ്ടും. ഇതെന്താ? അത് മാത്സിന്റെ ടീച്ചറില്ല, ഇനി മാത്സ് എൻ്റെ വക, ഞാനാ പഠിപ്പിക്കുന്നത്. ഇവർ ഒരു വിധത്തിൽ യാസീനോതി ഒഴിവാക്കിയതാ, പിന്നെയും കയറി വന്നേക്കാം ഇവർ. പിന്നെ ഹത്ത് ഓതേണ്ടി വരും. അങ്ങനത്തെ ചില ടീച്ചർമാർ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തിയത് അല്ലേ? സ്വാഭാവികമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് 1.5 മണിക്കൂർ പോയി. സാധാരണ വാല് എൻ്റെ വല്യാപ്പ വരെ തഴവ ഉസ്താദ് 2 മണിക്കൂറേ പറയുള്ളൂ. കറക്റ്റ് 2 മണിക്കൂർ. കാരണം നമുക്കിതിനായിട്ടൊക്കെ വല്ല തമാശയൊന്നുമില്ല. ഇപ്പോൾ ഒരു തമാശ പറഞ്ഞു എന്ന് വെച്ചാൽ അതിനുള്ള 1 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ് കവർ ചെയ്യും. 2 മണിക്കൂറാണ് അവർ പറയുക. എന്താ കാര്യം? ആ 2 മണിക്കൂർ മുഴുവൻ ആയത്തും ഹദീസും ഖുർആനും ചരിത്രം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടാവില്ല. കോമഡി പറയാനുണ്ടാവില്ല, പാട്ടുപാടി സമയം കളയൂല, ഖുർആനും ഹദീസ് ഓതിയിട്ട് അങ്ങനെ പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അള്ളാഹുവെ നിർത്തല്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ തഴവ ഉസ്താദ് ഒറ്റ നിർത്തല. 2 മണിക്കൂർ ആകുമ്പോൾ മൂപ്പരുടെ കയ്യിൽ വാച്ചുണ്ടെങ്കിലും മൂപ്പർ അതിലേക്ക് നോക്കൂല. 2 മണിക്കൂർ ആകുമ്പോൾ കറക്റ്റ് കറാമത്തുണ്ടങ്ങ് നിർത്തും. എല്ലാവരും ഓർക്കും അള്ളാഹ്. അപ്പോൾ പറയും നാളെ ഇൻഷാ അല്ലാഹ് പിറ്റേന്ന്. പിന്നെ അവർ ദിവസങ്ങളോളം ഡേറ്റ് കൊടുത്തിട്ട് 65 ദിവസം കോഴിക്കോട് കുറ്റിച്ചിറ വാത് പറഞ്ഞിട്ടുണ്ട്. 65 ദിവസം. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു മതപ്രഭാഷണം നടത്തിയ ഒരാളും ഉണ്ടാവൂല. ഒരു സ്ഥലത്ത് തന്നെ 65 ദിവസം ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുക. എന്നിട്ട് അവരോട് പറയാം, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഈ വിഷയം തീർന്നിട്ടില്ല, 2 മാസത്തേക്ക് ഡേറ്റ് തരാം. ചിന്തിച്ചോ? ഇങ്ങനത്തെ ആലിമീങ്ങൾ, അവരുടെ ഇൽമു അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ തണൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട്.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കും. കുറച്ചേരം നമുക്ക് സദസ്സ് മുന്നോട്ട് പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലൊരു ദുആയിരുന്നു പിരിയണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ പ്രിയപ്പെട്ട അനുയായികളും ഇരിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭീമാകാരമാകുന്ന ശബ്ദം കേട്ടു. എല്ലാവരും കേട്ടു, സഹാബത്ത് ഉൾപ്പെടെ കേട്ടു എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അത്രേ, അതദറൂന മാ ഹാദാ, അതദറൂന മാ ഹാദാ. സഹാബത്തെ എന്താണ് ഈ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുമോ സാബ? ഈ ശബ്ദം എന്തിന്റെയാണെന്ന് നിങ്ങൾക്കറിയുമോ സാബ? സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്കറിയൂല നബിയേ. അവിടുന്ന് പറഞ്ഞു തന്നാലും നബിയേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകം പടച്ചല്ലോ, ആ നരകത്തിന്റെ അഴിയിലേക്കൊരു കല്ല് ഇപ്പോഴാണ് പോയി വീണത്. നരകത്തെ പടച്ചതാകുന്ന സന്ദർഭത്തിൽ നരകത്തിന്റെ ആഴിയിലേക്ക് ഇട്ടതാകുന്ന ഒരു കല്ല് അതിപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് വീണത്. അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് കളവ് പറയാത്ത ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ശബ്ദം ആ കല്ല് ചെന്ന് നരകത്തിന്റെ ഏറ്റവും താഴെ പതിച്ചതിന്റെ ശബ്ദമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതിന്റെ ആഴമാണ് പറയുന്നത്. അതിന്റെ ആഴം, നരകത്തിന്റെ ആഴം ചിന്തിച്ചു നോക്ക്. നരകത്തെ പടച്ചിട്ട് ആ നരകത്തിലേക്ക് വീണ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ അനുയായികളുമായിട്ട് ഇരിക്കുമ്പോൾ കേട്ട ശബ്ദം കേട്ടപ്പോൾ നബി പറയാൻ, മാ തദറൂന മാ ഹാദാ, ഇതെന്താണ് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനെ റസൂലിനെ അറിയാം. ഉടനെ നബി തങ്ങൾ പറഞ്ഞത്, ഇതാണ് ഒരു കല്ല് അല്ലാഹു നരകത്തെ പടച്ച സമയത്ത് ഇട്ടതാണ്. ആ കല്ല് ഇപ്പോഴാണ് അതിന്റെ താഴെ ചെന്ന് പതിക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നരകം ഹറാമാക്കിയതാകുന്ന ആളുകൾ 3 എണ്ണമാണ്. നരകത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് എപ്പോഴും ദുആയിരക്കണം. നരകത്തെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് ദുആയിരക്കണം. നരകത്തെ നാളെ മഹ്ശറിൽ കാണും. ആ രംഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, അതിന്റെ CD കേട്ടവരുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹ്ശറിലേക്ക് വരുന്ന നരകത്തിന്റെ കോലവും കെട്ടിവലിച്ചുകൊണ്ട് വരുന്നതാകുന്ന രംഗങ്ങളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാണ്. ആ നരകത്തെ തൊട്ട് കാണാതെ രക്ഷപ്പെടുന്നത് 3 കണ്ണുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസുൻ ലാ തറാ അഅ്യുനുഹും അന്നാർ. 3 കൂട്ടർ അവർ നരകത്തെ കാണൂല സാബ, അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല സാബ, അവർ നരകത്തിൽ കടക്കുകയില്ല സാബ. ആ 3 കൂട്ടർ ആരാണ്? അവരെ നമ്മൾ വിശദീകരിക്കാൻ ഈ സദസ്സിലൂടെ. ആരൊക്കെയാണ്? 1, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ചതാകുന്ന ഏത് വ്യക്തികളുണ്ടോ, ഏതൊക്കെ കണ്ണുകളുണ്ടോ, അവർ നരകത്തെ കാണൂല, അവർ നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളെ അത്തരത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നരകത്തെ കാണാത്തതാകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മോശപ്പെട്ട കണ്ണാണ് നമ്മുടെ കണ്ണുകൾ, എത്ര ഹറാമാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടു തീർക്കുന്നത്. പരിശുദ്ധമായ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആനുകൾ നമ്മുടെ ജീവിതത്തിലില്ല, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലില്ല. പഴയ കാലഘട്ടത്തിൽ പൊലിമയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നതായിരുന്നു സീരിയൽ കാണുന്നതിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും സ്ത്രീകൾ സീരിയലിന് അടിമപ്പെട്ടില്ലയോ? സിനിമയുടെ ലോകത്തേക്ക് സഹോദരങ്ങൾ മാറിയില്ലയോ? ജിയോ സിം ഇറങ്ങിയത് മുതൽ എല്ലാ ദിവസവും യൂട്യൂബിലൂടെ പ്രഭാഷണങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് കേൾക്കേണ്ടതിന് പകരം എല്ലാ ദിവസവും സിനിമ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? എത്ര ജിയോ സിമ്മാണ് ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ വാങ്ങിയത്? എത്ര സഹോദരങ്ങളാണ് അശ്ലീലമാകുന്ന സിനിമകൾ കാണുന്നത്? അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് കടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും അവന്റെ കണ്ണും കാതും നശിപ്പിച്ചില്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ സഹോദരിമാരാണ് കാമുകന്മാരുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് അഴീക്കോടിന്റെ ബീച്ച് വരാന്തയിലൂടെ കറങ്ങി നടക്കുന്നില്ലയോ? പരിശുദ്ധമാക്കപ്പെട്ട ദിക്റിന്റെ മജ്‌ലിസുകളെ, വാദിന്റെ മജ്‌ലിസുകളെ തൃണവൽഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ സ്വഹാബാ ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗുറഫാ. സഹാബത്തെ, സഹാബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് ഇന്ന് സമുദായത്തിൽ നടക്കുന്ന വിപത്തുകളതല്ലയോ? വഅലിന് വേണ്ടി മക്കളെ ക്ഷണിക്കുമ്പോ എനിക്ക് തലവേദനയാണ് ഉമ്മ, എനിക്ക് കൈകാലുകൾ കടച്ചിലാണ് ഉമ്മ, എനിക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് ഉമ്മ, എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ്, എക്സാമിന് പഠിക്കാനുണ്ട് ഉമ്മ എന്ന കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന 8ാം ക്ലാസ്സിലുള്ള 9ലുള്ള 10ലുള്ള +2വിലുള്ള ബികോം പഠിക്കുന്നതാകുന്ന പെൺമക്കളെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ. വഅലിന്റെ ഇടയിൽ പോയി നോക്കിയാൽ ഹറാമായിരിക്കും അവർ ചെയ്യുന്നത്. വാട്സാപ്പിലൂടെ തന്റെ കാമുകനുമായിട്ടുള്ള ചാറ്റിംഗ് ആണ്. കാരണം വാപ്പയുടെ ഫോൺ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മക്കൾക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യമാണ്. ജനിച്ച കുട്ടികളുടെ കയ്യിൽ പോലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കൊടുക്കാൻ മടിയില്ലാതെ അവളെ മൊബൈൽ ഫോണിന്റെ അടിമയാക്കി മാറ്റാൻ മടിയില്ലാത്ത മാതാപിതാക്കളെ ലജ്ജിക്കണേ, ലജ്ജിക്കണേ. ഇന്നത്തെ മക്കള് പോകുന്നത് മോശപ്പെട്ട തലത്തിലേക്കല്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗുറഫാ. ഒറ്റയ്ക്ക് ഒരു റൂമിൽ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. പലരും വീട്ടിൽ മൂന്നാമതൊരു റൂം പിടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒരാളെ മാത്രമായി അതിൽ താമസിപ്പിക്കുന്നത് അപകടത്തിലേക്ക് വഴിതിരിച്ചു വിടുമേ. വാപ്പയെ അറിയാതെ, ഉമ്മ അറിയാതെ പാതിരാത്രിയുടെ സമയത്ത് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പുതപ്പിന്റെ മറയിലാക്കിയിട്ട് തന്റെ കാമുകനുമായി ചാറ്റിംഗ് ആണ്, ചാറ്റിംഗ് ആണ്. ആ കാമുകൻ അവളോട് ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഫോട്ടോകളാണ്. തന്റെ സ്വന്തം മോന്തയുടെ ഫോട്ടോ, മുഖത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത പെണ്ണിനോട് പിന്നെ നിർബന്ധം ചെലുത്തുന്നത്, പെണ്ണേ നിന്റെ ശരീരത്തിന്റെ മാറിടം എനിക്കൊന്ന് കാണണം, നിന്റെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഭാഗങ്ങൾ എനിക്കൊന്ന് കാണണമെന്നാണ്. പാവപ്പെട്ട പെണ്ണിനറിയില്ല, പാവപ്പെട്ട പെണ്ണിനറിയില്ല അവളെ വഞ്ചിക്കാനുള്ള
തയ്യാറെടുപ്പാണെന്ന് ആ പെണ്ണറിയുന്നില്ല. അവൾ ഓർക്കുകയാ, വാപ്പറിയാത്ത ഈ ബന്ധം, ഉമ്മറിയാത്ത ഈ ബന്ധം അപകടം വരുത്താൻ ചാൻസ് ഇല്ല. കാരണം എന്റെ പ്രിയപ്പെട്ട കാമകനുള്ളതാണ് എല്ലാം. എന്നെങ്കിലും ഒരു ദിവസം അവനിലേക്ക് ഞാൻ ഇഴുകിച്ചേരാനുള്ളതാണ്, അവനുമായിട്ട് ബന്ധപ്പെടാനുള്ളതാ, അവനെന്നെ സമർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ഈ അവയവങ്ങൾ അവൻ കാണുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാപ്പറിയാതെ ഉമ്മറിയാതെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നഗ്നമാകുന്ന ഫോട്ടോകൾ കാമുകന് ഷെയർ ചെയ്യുന്ന പെങ്ങളെ, അപകടമല്ലയോ? ആ കാമുകൻ പിന്നീട് ആ ഫോട്ടോ മോർഫിംഗ് ചെയ്തിട്ട് നിന്റെ നഗ്നമാകുന്ന ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബിൽ ഇടുമെന്ന് പറയുമ്പോ അത് ജനങ്ങൾ കണ്ട് വൈറലാകുമെന്ന് അറിയിക്കുമ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടി വശംവദയാവുകയാണ്. എവിടെയാണ് ഞാൻ വരേണ്ടത്? ഏത് സ്ഥലത്താണ് ഞാൻ വരേണ്ടത്? എന്ത് ഹോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് മോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് ബീച്ച് റോഡിലാണ് ഞാൻ വരേണ്ടത്? എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മുസ്ലിം പെണ്ണ് ഇറങ്ങി പോവുകയല്ലയോ? ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇന്നലെ ഈ വാഴ നടക്കുന്ന ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടപ്പുറത്തുള്ളതാകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പർദ്ദ ധരിച്ചതാകുന്ന ഒരു പച്ച മനുഷ്യനെ ഇന്നലെ പിടിച്ചു അത്രേ. ഇന്നലെ ഒരു പുരുഷനെ പിടിച്ചു അത്രേ. അവൻ പർദ്ദ ധരിച്ചുകൊണ്ട് കടന്നു വന്നവനാ. ചിന്തിക്കണേ, എന്തിനു വേണ്ടിയാണ് അവനെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവൻ വെളിപ്പെടുത്തുകയാ, ഈ വഅ്ള് കേൾക്കാൻ വന്ന ഒരു പെണ്ണുമായി ഞാൻ ഇഷ്ടത്തിലാണ്, അവളുമായി ഒളിച്ചോടാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറയുമ്പോ അഴീക്കോടുള്ള ഉമ്മ ഉപ്പ ജാഗരൂകരാകണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകാൻ, റാഞ്ചിക്കൊണ്ടുപോകാൻ പരിന്തിന്റെ മക്കൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം എത്ര മുസ്ലിം സഹോദരിമാരാണ് ഓടിപ്പോയത്? മതമൈത്രിയും മതസ്നേഹവും നമുക്ക് വേണം. അത് നിലനിൽക്കുന്ന നാടാണ്, അത് നിലനിൽക്കാൻ പരിശ്രമിക്കുന്ന സംഘാടക സമിതിയാണിത്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉസ്താദാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മതമൈത്രിയും മതസ്നേഹവും അന്യന്റേതാകുന്ന ബീജത്തുള്ളികൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിക്ഷേപിച്ചിട്ടാകരുതേ. നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ അവൻ അടിച്ചുകൊണ്ട് പോയിട്ടാകരുതേ. അത്തരത്തിലുള്ള സ്നേഹമോ മതമൈത്രിയോ നമുക്കാവശ്യമില്ല. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇയ്യാകും വൽ ജുലൂസ മഅന്നിസാ. സഹാബാ നിങ്ങൾ സൂക്ഷിക്കണേ വൽ ജുലൂസ മഅന്നിസാ. അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തഹ്ദീറിന്റെ ലഫ്ളാണ് ഇയ്യാക, നീ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വൽ ജുലൂസ മഅന്നിസാ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണുങ്ങൾ എവിടെയാ പോകുന്നത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവർക്കൊരു ബോധമില്ല, ചിന്തയില്ല. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? എന്താ ആവശ്യപ്പെടുന്നത്? സുന്ദരമാകുന്ന ജീവിതമാണോ? ഈ വാപ്പ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ? ഈ വാപ്പമാര് കടലിന്റെ ആഴിയിൽ പോയിട്ട് മുത്തോ പവിഴോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരും, മക്കൾക്ക് വേണ്ടിയല്ലേ അവർ കഷ്ടപ്പെടുന്നത്? എന്നിട്ട് ആ വാപ്പായ ഉമ്മയെ മറക്കുന്നവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹത്തിൽ ഉൾപ്പെടുത്തട്ടെ. എവിടെ എത്തിപ്പോയി? 18 വയസ്സുവരെ തേനെ പാലെ എന്ന് വളർത്തുന്നതാകുന്ന മക്കൾ പാപ്പായ ഉമ്മായും യാതൊരുവിധ ലജ്ജയില്ലാതെ, ഇതൊക്കെ ഉസ്താദുമാർ എത്ര വാത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ സദസ്സ് സാക്ഷിയാണ്, ആയിരക്കണക്കിന് ആളുകളും സാക്ഷിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുമ്മനം ഉസ്താദ് തുറന്നടിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുടവനാക്കുക, നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ്. എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ. നിങ്ങളുടെ ശരീരത്തെ തിന്നു കഴിയുമ്പോൾ എവിടെന്നെങ്കിലും റെയിൽവേ ട്രാക്കിൽ വലിച്ചങ്ങോട്ട് എറിയും.
എവിടെയെങ്കിലും കഴുത്തെ കെട്ടി തൂക്കും, ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയും, കൊന്നുതള്ളും, ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. അള്ളാഹു രക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ദാരുണമാകുന്ന മരണത്തെ തൊട്ട് അള്ളാഹു ആക്കട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും മുസ്ലിമീങ്ങൾ ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ടും പഠിക്കുന്നില്ല നമ്മുടെ സഹോദരിമാർ. എന്താണ് ഈ പ്രേമം? എന്ത് പ്രേമം? നിങ്ങളൊരു 10 സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലി, എന്ത് കൂലിയാണ്! ആ പ്രവാചകനെ സ്നേഹിച്ച എത്ര വലിയ സ്നേഹമാണ്. അള്ളാഹുവിനെ സ്നേഹിക്ക്, ഒരു ചാണങ്ങോട്ട് സ്നേഹിച്ചാൽ ഒരു അടി ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരല്ലേ അള്ളാഹു. ഖുദ്സിയായ ഹദീസിനെ രേഖപ്പെടുത്തിയില്ലേ, എന്താ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ? എന്തിനാ നിങ്ങൾ മറ്റുള്ളവരെ, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന റബ്ബ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാകുന്ന റബ്ബ്, റബ്ബിലേക്ക് നിങ്ങൾ കൈനീട്ടി പ്രവാചകനെ അതിന് അടയാളാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പോകുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ, പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം, അന്യ പെണ്ണിനോടൊപ്പം തനിച്ചിരിക്കുന്നത് സൂക്ഷിക്കണം. ഒരു സഹാബി എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അഫറഅയ്തൽ ഹംവാ, അഫറഅയ്തൽ ഹംവാ, നബിയേ നബിയേ, ഞങ്ങൾ സൂക്ഷിക്കാം നബി, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അഫറഅയ്തൽ ഹംവാ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനുമായി തനിച്ചിരിക്കുന്നത് കൊണ്ട് കുറ്റമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. സഹാബികൾ ചോദിച്ചു പോയി. അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ചോദിച്ചത് നല്ല ചോദ്യമാണ്. ഒരു കുടുംബത്തിൽ ഒന്നായിട്ട് കഴിയാണ്, ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഇവരുമായിട്ട് പെണ്ണിന്, ഭർത്താവിന്റെ ഭാര്യയ്ക്ക്, അതെ ഈ സഹോദരന്റെ ഭാര്യയ്ക്ക് തനിച്ചിരിക്കാൻ പറ്റുമോ, ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ബൈക്കിൽ, കാറിൽ, ഒറ്റയ്ക്കൊരു റൂമിൽ, വീട്ടിൽ കുഴപ്പമില്ല, ഒരു റൂമിലാണ് ഭാര്യയെങ്കിൽ പ്രശ്നമല്ല, ഒരു റൂമിൽ ഒറ്റയ്ക്ക് പറ്റുമോ? فقال النبي صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, അൽഹംബു അൽമൗത്, അൽഹംബു അൽമൗത്, അൽഹംബു അൽമൗത്. സഹാബാ സഹാബാ, അൽഹംബു അൽമൗത്. സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠനാകട്ടെ അനുജനാകട്ടെ, അവനുമായി തനിച്ചിരിക്കാൻ പെണ്ണിന് പറ്റൂല, ഇസ്ലാം അനുവദിക്കുകയില്ല. ഇന്ന് എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര സഹോദരിമാരാണ് ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്നവർ. സ്വന്തം ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാ, ഒന്നിച്ചിരുന്നു കൊണ്ട് തോളത്ത് കൈവച്ചുകൊണ്ട് യാത്ര ചെയ്യുകയല്ലയോ, യാത്ര ചെയ്യുകയല്ലയോ? ഹറാമല്ലയോ, ഹറാമല്ലയോ? പാവപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്താണ്, അവൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവൾ ഇവിടെ അനുജന്റെ കൂടെ, ജ്യേഷ്ഠന്റെ കൂടെ, അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളുടെ കൂടെ യാത്ര നടത്തുകയാണ്. ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഏതിനും എങ്ങനെ വഴിതെറ്റൂലല്ലോ? പലരും തെറ്റും. ആരായി പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറ, തെറ്റും. എപ്പോഴാണ് പിശാച് ഇടയിൽ കടന്നു വരുന്നത്? നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കും, പക്ഷെ പിശാച് ഇടയിൽ കയറിയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പിന്നെ അവിടെ ഉണ്ടാകുന്ന അപകടം പറയണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരാണും ഒരു പെണ്ണും കൂടി തനിച്ചാൽ, ഇല്ലാ വദഖല ബൈനഹുമ ശൈത്താൻ, അവർക്കിടയിൽ പിശാച് പ്രവേശിക്കുമത്രേ. ഇല്ലാ വസാലിസുഹുമ ശൈത്താൻ. മറ്റൊരു റിവായത്തിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരിക. ഒരാണും പെണ്ണും തനിച്ചിരുന്നാൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും കാര്യമല്ല, കാമുകി കാമുക
ഭാര്യമാരായി മറ്റൊരു അന്യ പെണ്ണുമായി പരപുരുഷന്മാര് തനിച്ചിരിക്കുമ്പോ അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരുന്നത് പിശാചായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക. അതുകൊണ്ടല്ലേ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ രണ്ട് പത്നിമാർ ഭാര്യമാര് നിൽക്കുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ ചാരത്തിരുന്നുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ വർത്താനം പറയുക. അപ്പൊ രണ്ട് സ്വഹാബികൾ അതിനെ കൂടെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഫിയ ബീവി മാത്രമാണെന്നോ ഹദീസിലുണ്ട്. അങ്ങനെ ആ ഭാര്യയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് സ്വഹാബികൾ അതിലേക്കൂടെ പോയി. അള്ളാഹിന്റെ റസൂൽ ആരോടെ വർത്താനം പറയുന്നുണ്ട് എന്നിവർക്ക് മനസ്സിലായി. വരുന്നാലും അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകുമ്പോൾ റസൂലുള്ള ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, അതാരാണ്? എന്റെ ഭാര്യ സഫിയയാണ്, എന്റെ ഭാര്യ സഫിയാൻ. സ്വഹാബത്ത് ആശ്ചര്യപ്പെട്ടു, നബിയെ, ഞങ്ങൾ അങ്ങയെ കുറിച്ച് മോശം ധരിച്ചു പോവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങയെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾ മോശം ധരിക്കൂല. ഞങ്ങൾക്കറിയാം അനുവദിക്കപ്പെട്ട ഏതോ സ്ത്രീകളുമായി വർത്താനം പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് വേണ്ട. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തിലൂടെയൊക്കെ പിശാച് നടക്കും. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വേണ്ട. അതിനാ ഞാനത് പറഞ്ഞത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സൂക്ഷിക്കണം, സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആദ്യമായി സൂക്ഷിക്കേണ്ടത് എന്താ? കണ്ണാണ്. പല സഹോദരിമാരുടെയും തെറ്റിദ്ധാരണയുണ്ട്, പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് അവരെ അങ്ങോട്ട് കാണാം. ഇതാണ് സഹോദരിമാരുടെ ഒക്കെ തെറ്റിദ്ധാരണ, അല്ലേ? അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഒരാൾ കോളിമ്പൽ അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അവരിങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോൾ വാതിലിൽ അങ്ങോട്ടേക്ക് നോക്കല്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ നോക്കാം, അനുവദനീയം, നിങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ പാടില്ല. അങ്ങനെയാണോ മസല? അങ്ങനെ ഇതുവരെ മസലയില്ല. ഇതുവരെയുള്ള മസല അന്യപുരുഷന്മാരെ അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെയും കാണാൻ പാടില്ല. ഇതാണ് മസല. അത് ഇന്നുമല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നൂർ നിങ്ങൾ നോക്ക്, സ്ത്രീകളെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഖുർആൻ അല്ല ഹദീസ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, സാബാ ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കളെ MBBS വിടുമ്പോഴും എഞ്ചിനീയർ വിടുമ്പോഴും അതെല്ലാം കാലികമാണ്, നല്ലതാണ്. പക്ഷേ മക്കൾക്ക് ബേസിക്കായി ആത്മീയമാകുന്ന അറിവ് കൊടുക്കണേ, അടിത്തറയാകുന്ന മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണേ. ഇന്ന് പെൺമക്കളെ മദ്രസയിൽ 4ാം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ തന്നെ സമസ്തയുടെ സിലബസിൽ പഠിക്കുന്നതാകുന്ന മക്കളെ അതാ മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് പോവുകയാ. എന്റെ പ്രിയപ്പെട്ട മദ്രസയുടെ സിലബസിൽ കട്ട് ചെയ്തിട്ട് മക്കളെ കൊണ്ടുപോകുന്നത് MBBS പഠിപ്പിക്കാനാണ്, എഞ്ചിനീയർ വിടാനാണ്, BDS പറഞ്ഞേക്കുകയാണ്, നേഴ്സിംഗിന് വിടുകയാ. അവിടെയൊന്നും പ്രായപൂർത്തി പ്രശ്നമേ അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുതേ, അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കണേ. കോളേജ് കുമാരിമാരാകുന്ന സ്ത്രീകള് അവരതാ ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും ഹോസ്റ്റലിൽ തയ്യാറായി വന്നിരിക്കുകയാ. ലിഫ്റ്റിക്കിട്ടതാകുന്ന സഹോദരിമാരാണ്, ശരീരത്തിൽ കരിവളകൾ ധരിച്ചിരിക്കുന്ന സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ജീൻസ് ധരിച്ച സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ടൈറ്റുള്ളതാകുന്ന ടീച്ചർ കൊണ്ട് കടന്നു വന്നതാകുന്ന സഹോദരിമാരാ. തന്റെ അംഗലാവണ്യവും ആകാര സൗഷ്ഠവും അന്യരാകുന്ന പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാൻ കടന്നു വന്നിട്ടുള്ള സഹോദരിയാണ്. 20,000 രൂപയ്ക്ക് വേണ്ടി, 10,000 രൂപയ്ക്ക് വേണ്ടി, 15,000 രൂപയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് പരസ്യമായിട്ട് പങ്കുവെക്കാൻ മടിക്കാത്ത മുസ്ലിം അംഗമാരാണ്, മുസ്ലിം അംഗമാരാ. അവരെവിടെയുള്ളതെന്നറിയുമോ? കേരളത്തിലെ തറവാട്ട് മഹിമ
തനിമയുള്ള നല്ല ഇസ്ലാമിക ദീനീ ചര്യയുള്ള തറവാട്ടിൽ ജീവിച്ചതാകുന്ന മക്കളാണ്, നമസ്കരിച്ചതാകുന്ന മക്കളാണ്, നോമ്പ് പിടിച്ച മക്കളാണ്, ദീനനുസരിച്ചു കൊണ്ട് ജീവിച്ച മക്കളാണ്. സമസ്തയുടേതാകുന്ന മദ്രസയിൽ 5ാം ക്ലാസ് മാത്രം വരെ പഠിച്ചതിന്റെ പേരിൽ അഥവാ ദീനീ ബോധം ശരിക്ക് പരിപൂർണമാക്കാത്തതിന്റെ പേരിൽ അവൾക്ക് വന്നു വപിച്ചതാകുന്ന പ്രശ്നങ്ങളാ. അന്യരാകുന്ന പരപുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പ്രവാചകൻ അവസാനമായി പറയുകയാണ്, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. സാബത്തെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ സാബാ. നിങ്ങളുടെ പെൺമക്കൾക്ക് നിർബന്ധമായും ഖുർആൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ സൂറത്തുൻ നൂർ പറഞ്ഞത്? അതിൽ ഒരുപാട് മസലകളുണ്ട്, മടിച്ചിരിക്കേണ്ട മസലകൾ കുറച്ച്. അതിൽ പെട്ടതാണിത്. ഏത്? കണ്ണിനെ സൂക്ഷിക്കുക. വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫദ്ന ഫുറൂജഹുൻ ദാലിക അസ്കാ ലഹുൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ. ഇതേപോലെ പുരുഷന്മാരെ പറ്റിയും അല്ലാഹുവോട് പറഞ്ഞു, وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم. അല്ലയോ നബിയേ, അവിടുന്ന് മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്കും പറഞ്ഞു കൊടുക്കണേ, കണ്ണ് ചിമ്മടേ. എന്തിനെ തൊട്ട്? അനിൽ ഹറാമി. വ്യക്തമാണ്, ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മ. സീരിയല്, സിനിമ ഇത് മാത്രമല്ല, അന്യരാകുന്ന പുരുഷന്മാരുമായിട്ടുള്ള ദർശനം പാടില്ല. അശ്ലീല പടങ്ങൾ കാണുമ്പോൾ പാടില്ല. ഇപ്പൊ വാട്സാപ്പിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുക കുടുംബത്തിന്റെ. എന്നിട്ടെന്താ, രാവിലെ കഴിച്ച പൊറോട്ട കൊണ്ടിട്ട് കൊടുക്കും, ബീഫ് ഇട്ട് കൊടുക്കും, കൊള്ളാന്ന് പറയാൻ സിമ്പിൾ ഇങ്ങനെ കാണിച്ച് പിന്നെയും മെസ്സേജ്. ഇതാ ഗ്രൂപ്പ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനാണ് ഗ്രൂപ്പ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, നല്ല മീൻകറി വെച്ചതാവുന്ന പാത്രവും അതിന്റെ ചട്ടിയും അതിന്റെ കലവും ഒക്കെ, മീൻ കഴുകുന്നതും വെട്ടുന്നതും ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കണ്ടിട്ട് ഓരോരുത്തർ ലൈക്ക് അടിക്കുക. ഇതാണ് ഗ്രൂപ്പ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനാണ് ഗ്രൂപ്പ്. അവിടെ ദീനിയായ മസലകൾ ചർച്ച ചെയ്യ്. എത്ര വിഷയങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. എത്ര വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇറച്ചി കഴിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട എത്ര മസല. പറയുമ്പോൾ ഇങ്ങനെ നേരം വെളുക്കുന്നവരോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇറച്ചി പലരും കഴിയുന്നത് എങ്ങനെയാ? കൊണ്ടുവന്നൊരു പാത്രത്തിലോട്ട് ഒന്നായിട്ട് 3 കിലോ ഇറച്ചി വാങ്ങിയിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇടും. എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കളകളകളാന്ന് 2-3 ഇളക്കിളക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് വേവിക്കും. അതെന്താണ് സംഭവം? നജസാണ്, അഥവാ കഴിക്കാൻ പാടില്ല, ഹറാമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ ദിവസം പറഞ്ഞു? കഴുകിയിട്ടല്ലേ കൊണ്ടുപോയിട്ട്. കഴുകല് ശരിയായില്ല. ഓരോ കോട്ടയും എടുത്തിട്ട് അത് കഴുകി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പൈപ്പിന്റെ വെള്ളം നല്ലതുപോലെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പൊ ഫുള്ള് വെള്ളം ഇതിലൂടെ ഊർന്ന് താഴേക്ക് പോകണം. രക്തം നജസാണ്. ഈ രക്തത്തിനുള്ളിൽ നിന്നാണ്, അഥവാ വെള്ളത്തോടു കൂടി കലർന്നു കിടക്കുന്ന രക്തത്തിൽ നിന്നാണ് നീ മാംസം കോരി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കുക്കറിലോട്ട് ഇടുന്നത്. അപ്പൊ എന്തായി? നജസാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇന്നെങ്കിലും നമുക്ക് ഇറച്ചി വെക്കാൻ പഠിച്ചു. ഇന്ന് മുതൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. പറഞ്ഞൊരു മസലയാണിത് പറഞ്ഞത്. ഞാനിതൊരു സാധാരണ ഇപ്പൊ ഇങ്ങനെയുള്ള മസലകൾ ചർച്ച ചെയ്യേ. ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ ഉസ്താദ്മാരും അഹ്ലിലെ ഉസ്താദ്മാർക്കൊക്കെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി ഇന്നെന്താ നീ ഉസ്താദിന് വെച്ച് കൊടുക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ എല്ലാ ഉസ്താദ്മാരും ഇവിടെ തന്നെ ഇമാമത്ത് പിടിക്കും. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ മുത്താലിങ്ങൾ അള്ളാഹുവർക്കൊക്കെ ആഫിയാനുമിനെ എത്തി തരട്ടെ. നല്ല നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ദീനിനോട് വല്ലാതെ കൂറുള്ളവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ കൂട്ടായ്മയൊക്കെ അത്തരത്തിലാകട്ടെ. ഇങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. കൊച്ചു കുട്ടികൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക? ഒരു ബക്കറ്റ് എടുത്ത് ഒന്നായിട്ട് അവിടെ വെള്ളം ഒഴിക്കും. അത് മൊത്തം കൊണ്ട് നജസായി. ആ സ്ഥലം ഒന്നായിട്ട് നജസായി. ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഒഴിച്ച് ചൂര് വെച്ച് 2 അടി അവിടെ ഇരിക്കുന്ന ഇക്കാടെ മുണ്ടിലോട്ട് നിറച്ച് നോക്കാട് കയറുന്നു. പിന്നെ കൊള്ളിക്കാൻ നിൽക്കാറില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ട്, ഉണക്ക തുണി കൊണ്ടുവന്നിട്ട് ആദ്യം ആ മൂത്രം അതിന് നജസ്, കട്ടിയാകുന്ന നജസ് കൊണ്ട് പഠിച്ച് ആദ്യം എടുക്കുക. എന്നിട്ട് 2ാമത് അല്പം വെള്ളം ഒഴിച്ച്
എന്നിട്ട് അതങ്ങോട്ട് വലിച്ചെടുത്ത് മൂന്നാമത് വെള്ളം ഒഴിച്ച് അതും കൂടി ഇങ്ങോട്ട് എടുത്താൽ ഓക്കെ സംഭവം. അല്ല ചൂര് കൊണ്ടുവന്നിട്ട് പരത്തല്ല വേണ്ട. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് തന്നെ പാലുകുടി മാറാത്തതാകുന്ന കൊച്ചുകുട്ടികൾ ആൺകുട്ടികളുടേതാണെങ്കിൽ ആ മൂത്രത്തിൽ പാലുകുടി മാറാത്ത കുട്ടികളാണെങ്കിൽ ശാഫി മദ്ഹബ് അനുസരിച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തളിച്ചാൽ മതി, ശുദ്ധിയാവുമെന്ന്. ആൺകുട്ടികളുടേത് പാലുകുടി മാറാത്ത കൊച്ചുകുട്ടികൾ. പെൺകുട്ടികളുടേതാണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര പാല് കുടിച്ചാലും ശരി, പാല് കുടിക്കാത്താണെങ്കിലും ശരി, അവിടെ കഴുകി വിടണം. ഈ പറഞ്ഞ പോലെ തുടച്ച് വൃത്തിയാക്കി കഴുകി വിടണം. മസലയാണ് ഞാനിപ്പോ. അങ്ങനെയൊക്കെയുള്ള മസലകൾ നമുക്ക് ചർച്ച ചെയ്തുകൂടെ? ഗ്രൂപ്പുകളൊക്കെ അത്തരത്തിലുള്ളതാക്കി എടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ഇത് വന്നതും പോയതും ചർച്ച ചെയ്തതും എടുത്ത ഡ്രസ്സിന്റെ ഫോട്ടോയും ഷൂവിന്റെ ഫോട്ടോ ഒക്കെ ഇതിലോട്ട് ഇട്ടിട്ട് ഇതാണ് ഗ്രൂപ്പ്. നമ്മുടെ എത്ര എംപികൾ അല്ലെങ്കിൽ എത്ര ജീവിതത്തിന്റെ സമയങ്ങളാണ് ഇങ്ങനെ പാഴാക്കുന്നത്. നമ്മൾ ഇതിനകത്തൊക്കെ റീചാർജ് ചെയ്യല്ലേ? ഈ പൈസ മുഴുവൻ നമ്മൾ മോശപ്പെട്ട തലത്തിലേക്കല്ലേ കൊണ്ടുപോകും. ഇതിനൊക്കെ ഹിസാബ് പറയേണ്ട നാളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാട് കൊണ്ടുപോകാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.